ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു a ന്യൂ വീഡിയോ. നമ്മൾ നേരത്തെ പിക്നിക്കിനൊക്കെ പോകുമായിരുന്നു. ഫാമിലിയും കിഡ്സൊക്കെ ആയിട്ട് നമ്മൾ പിക്നിക്കിന് പോകുമായിരുന്നു. ഒരു പിക്നിക് സ്പോട്ട് തിരഞ്ഞെടുത്തിട്ട് ഫുഡൊക്കെ അവിടെ കൊണ്ടുപോയിട്ടാണെങ്കിൽ നേച്ചറൊക്കെ കണ്ടാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് പിക്നിക്കിന് പോകുമായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ പിക്നിക് വൈബാണെങ്കിൽ ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ. സോ ഫസ്റ്റ് നമുക്ക് ഫുഡ് മുഖ്യം പിക്കില്ലേ, അതിനുവേണ്ടി ഞാൻ രാവിലെ നേരത്തെ എണ്ണീറ്റു ഫുഡൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഇച്ചായനും ഇച്ചൂട്ടനും എണ്ണീറ്റു. അവരാണെങ്കിൽ ബെഡൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ ഒരു സൺഡേ കിട്ടാറുള്ളൂ, അതുകൊണ്ട് പെൻഡിങ് ആയിട്ടുള്ള വർക്കെല്ലാം ആ സമയത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇച്ചായൻ പറഞ്ഞു എന്തായാലും ഇന്ന് ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഡാഡയും കുട്ടികളും കൂടി ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോയി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പിക്നിക്കിനുള്ള സാധനങ്ങളും ഫുഡും എല്ലാം വണ്ടിയിലേക്ക് കയറ്റി ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറേ ആലോചിച്ച് എവിടേക്ക് പോകും. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് കോത്തഗിരി വഴി പോകാമെന്നാണ്. പക്ഷെ അവിടെയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്പോട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഊട്ടി പൈൻ ഫോറസ്റ്റിൻ്റെ വഴി പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടിട്ടുണ്ട്. എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. ഇച്ചൂട്ടനാണെങ്കിൽ പിന്നെ കിടന്നുറങ്ങി. ഏബിക്കുട്ടനാണെങ്കിൽ പിന്നെ വണ്ടിയിൽ കയറേണ്ട താമസമേ ഉള്ളായിരുന്നു, അവനും കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു അവർ കിടന്നുറങ്ങിക്കോട്ടെ, എന്തായാലും സ്പോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരെ വിളിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം ട്രാവൽ ചെയ്തിട്ട് ഞങ്ങളുടെ പിക്നിക് സ്പോട്ട് ഞങ്ങൾ കണ്ടെത്തി. ഇച്ചായൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. In sin so long, all the fields are gone. Fella stopped me on the street last night, said everything's alright. Roller coaster, make it through the day, I'm right. It seems your meal ticket is gone, but life goes on. I could never imagine something better. Yeah, right. Now you're cooking. അങ്ങനെ ഞാൻ വിചാരിച്ചു ആദ്യം കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാം, അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിക്കാമല്ലോ. കുട്ടികൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇച്ചൂട്ടൻ ഭയങ്കര ഓട്ടമായിരുന്നു. ഇതേ സ്പോട്ടിലാണെങ്കിൽ വേറെ ഒരു കർണാടക ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അവരും ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയായിരുന്നു. കുട്ടികൾ 2 പേരും ഭയങ്കര എൻജോയ് ചെയ്തു. ഇത് അവരുടെ 2 പേരുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഷീറ്റൊക്കെ വിരിച്ച് ഫുഡ് കഴിക്കുക, ഒരു പിക്നിക്കിലൊക്കെ പോകുന്ന അവരുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നുകൊണ്ട് അതുകൊണ്ട് അവർ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തു. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇന്നത്തെ മെനു എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളോട്. അങ്ങനെ ഇന്ന് വെജിറ്റേറിയൻ ഫുഡാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 50 നോയമ്പ് എടുത്തിരിക്കുകയാണ്. ഇനി ഈസ്റ്ററിനേ ഉള്ളൂ ഞങ്ങൾ നോൺ വെജ് കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മഷ്റൂം ബിരിയാണിയും കുറച്ച് ബാക്കി മഷ്റൂം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മഷ്റൂം റോസ്റ്റും സാലഡും അച്ചാറും ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ മഷ്റൂം ബിരിയാണി ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും സക്സസ് ആയി. അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ നേച്ചറൊക്കെ കണ്ടുകൊണ്ട് ഫുഡൊക്കെ കഴിക്കാൻ നല്ലൊരു വൈബ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുട്ടികളായിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം ചില്ല് ചെയ്യായിരുന്നു. എബിക്കുട്ടന് പിന്നെ അവിടുന്ന് പോകണമെന്നേ ഇല്ലായിരുന്നു. നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചോ, കുറേ പേരൊക്കെ ഈ സ്പോട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പേപ്പർ പ്ലേറ്റ്സും പ്ലാസ്റ്റിക് ബോട്ടിലും എല്ലാം ഇവിടെ തന്നെ ഡംപ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ഉള്ളൊരു നെഗറ്റീവ് ഈ ഞങ്ങൾ കണ്ടത് ഈ സ്പോട്ടിലേക്ക് വന്നത്. എന്ത് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ ഗാർബേജ് ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ഡിസ്പോസ് ചെയ്യാൻ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഇവിടെയും ഡിസ്പോസ് ചെയ്തിട്ട് കഴിയുന്നതും അങ്ങനെ ചെയ്യാതിരിക്കുക. നീലഗിരിയിൽ അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്സും എല്ലാം ബാൻ ചെയ്തിരിക്കുന്നത്. ബാൻ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. എല്ലാവരും ആണെങ്കിൽ ഇവിടെ വന്ന് അവിടെ ഇവിടെയൊക്കെ ഡിസ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്ലാസ്റ്റിക്സ് ഒക്കെ ഡിസ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഡിസ്പോസ് ചെയ്യുമ്പോൾ ഈ ആനിമൽസൊക്കെ ഈ പ്ലാസ്റ്റിക് കഴിക്കുമ്പോൾ ആനിമൽസിന് ഉണ്ടാവുന്ന പ്രോബ്ലംസ്, അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും പ്ലാസ്റ്റിക്സ് ഒക്കെ അവിടെ ഇവിടെയും ഡിസ്പോസ് ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കുക. നമ്മൾ തന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഗാർബേജ് ബാഗോ എന്തെങ്കിലും കൊണ്ടുപോയി പ്ലാസ്റ്റിക്സ് അതിൻ്റെ അകത്ത് ഇടാമെന്ന് നമ്മൾ ശ്രമിക്കുക, അല്ലെങ്കിൽ ഡസ്റ്റ്ബിന്നിൽ ഇടാൻ നോക്കുക. അങ്ങനെ എബിക്കുട്ടനാണെങ്കിൽ ഏതെങ്കിലും ഒരു പാർക്കിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ട്രീ പാർക്കിലേക്ക് കയറി. ഇത് 9 o'clock to 5 o'clock വരെ ഉള്ളൂ ഇതിൻ്റെ ടൈമിങ്. 20 rupees ആണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ്. ഇവിടെ ആണെങ്കിൽ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മരമൊക്കെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ പിന്നെ അവിടെ വേറെ ഒന്നും കാണാനില്ല, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ റോഡ് സൈഡിൽ കുറേ സ്റ്റോൾസ് ഒക്കെ ഉണ്ട്.
നിങ്ങൾ കണ്ടോ, ഒരാൾ സ്പീഡിൽ ഓടുന്നുണ്ട്. എന്തിനാ? യൂക്കലിപ്റ്റസ് മരത്തിന്ന് ആ ഇല പറിക്കാൻ വേണ്ടി പോവുക. ഏതെങ്കിലും ഒരു ഇല കണ്ടു കഴിഞ്ഞാൽ ഇച്ചായനത് പറിക്കാതെ ഒരു സമാധാനം ഇല്ല. എന്തോ ഒരു സ്മെല്ലായിരുന്നു യൂക്കലിപ്റ്റസിൻ്റെ. നമ്മളാണെങ്കിൽ ആവി പിടിക്കുമ്പം ഓയിലിനെക്കാട്ടിലും ഈ ഇല ഇടുവാണെങ്കിൽ നല്ലതാന്ന് ഇച്ചായൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു വഴി കണ്ടത്. അപ്പം ഞാൻ ഇച്ചായനോട് ചോദിച്ചു, ഇച്ചായ ഇത് ഏതാ വഴിയെന്ന്. പറഞ്ഞു തീർന്നില്ല, അപ്പോഴത്തേക്ക് ഇച്ചായൻ വണ്ടി അങ്ങോട്ടേക്ക് തിരിച്ചു. എന്തായാലും വന്നതല്ലേ, നമുക്ക് ഇവിടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ എന്ത് നല്ല റോഡും അതുപോലെ തേയിലത്തോട്ടവും ഒക്കെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് കുറേ ഫോട്ടോസും റീലും ഒക്കെ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങി അടിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എബിക്കുട്ടിന് വിശക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിസ്സ ഹട്ടിൽ കയറി. അങ്ങനെ ഞങ്ങൾ വെജ് തന്തൂരി പിസ്സ ഓർഡർ കൊടുത്തു. നല്ല ടേസ്റ്റായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ഗാർലിക് ബ്രെഡും കിട്ടി, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ till then, bye bye.